ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. ഞാൻ ലിഷ. നമുക്കിന്ന് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം. ഞാനിന്നിവിടെ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ കമ്പൈൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി വെജ് കുറുമ ഉണ്ടാക്കാം. അതിനായി നമുക്ക് ആദ്യം വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. ഒരു കുക്കറിലേക്ക് 1 കപ്പ് ക്യൂബായി അരിഞ്ഞ് ഉരുളക്കിഴങ്ങ്, 1/2 കപ്പ് കോളിഫ്ലവർ, 1/2 കപ്പ് ബീൻസ് ചെറുതായി അരിഞ്ഞത്, 1/2 കപ്പ് ചെറിയ ക്യൂബായി അരിഞ്ഞ ക്യാരറ്റ്, 1/2 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മസാലകളൊക്കെ പൊടിച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 ഇഞ്ച് കറുവാപ്പട്ട, 1/2 ടീസ്പൂൺ ജീരകം, 3 പീസ് ഗ്രാമ്പു, 2 ഏലക്കായുടെ കുരു, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇവയെല്ലാം കൂടെ നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഞാനിവിടെ നാടൻ മുളകും കാശ്മീരി മുളകും പൊടിച്ച് മിക്സ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി മിക്സിയുടെ വലിയ ജാറിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 20 കാഷ്നട്ട്. ഞാനിത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. 1 കപ്പ് തേങ്ങ ചിരകിയത്, 2.5 മീഡിയം സൈസ് തക്കാളി, നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ച മസാലയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഉടൻ തന്നെ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അടിക്ക് പിടിക്കാതെ. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വെജിറ്റബിൾസ് അതിലെ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കൊഴുപ്പിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. നമ്മുടെ ഈ കുറുമ തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കല്ലേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും
നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.